വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുകയാണ് മൂന്ന് മുന്നണികളും. കേരളത്തിലെ ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുപ്പ് ചിത്രം വിശദമായി നമുക്ക് പരിശോധിക്കാം. സാരംഗ് സുരേഷ് കാസർഗോഡ് വിവരങ്ങളുമായി, ഒപ്പം കോഴിക്കോട് നിന്ന് രാഹുൽ കെ വി, MS ഋഷോയ് തൃശ്ശൂരിൽ നിന്ന്, ഗോകുൽ VS പാലക്കാട് നിന്ന്, CK ബിലാൽ പത്തനംതിട്ടയിൽ നിന്ന്, ഷിനോജ് ST കോട്ടയത്ത് നിന്ന്, അമൽ തേനമ്പറമ്പിൽ, AK സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്ന്, ജെയിനിസ് രാജു ഇടുക്കിയിൽ നിന്ന്, കമൽ വയനാട്ടിലെ വിവരങ്ങളും. അങ്ങനെ സമഗ്രമായി ഈ മണിക്കൂറിൽ സംസ്ഥാനത്താകെ പ്രചാരണ രംഗത്ത് സംഭവിക്കുന്നത് എന്ത് എന്ന് നമ്മൾ പരിശോധിക്കണം. ആദ്യം കാസർഗോഡേക്ക് സാരംഗ് സുരേഷാണ് നമുക്കുള്ളത്. സാരംഗ്, ഇപ്പോൾ കാസർഗോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്നത് മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റമാണ്. നേതൃത്വം ഇടപെട്ട് SDP സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു എന്നത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. മാത്രമല്ല, സംഘടനയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് SDP സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയാൽ പിന്നീട് പറയുകയും പരസ്യമായി പ്രതികരണം നടത്തുകയും ചെയ്തു. മഞ്ചേശ്വരത്ത് സംഭവിക്കുന്നതെന്നാണ്. ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്? രതീഷ്, നിലവിലിപ്പോൾ മഞ്ചേശ്വരത്ത് അന്തിമ പട്ടികയാവുന്ന സമയത്ത് സ്ഥാനാർത്ഥികളായി 11 പേരാണ് രംഗത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നത്, ശ്രദ്ധേയമായ നീക്കം നടന്നത് ഇന്നലെയാണ്. SDP സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ SDP ജില്ലാ കൗൺസിൽ അംഗമായിരുന്ന KM അഷ്റഫ് ഈ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർബന്ധത്തെ തുടർന്ന്, സമ്മർദ്ദത്തെ തുടർന്ന് പിന്നീട് നോമിനേഷൻ പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് വലിയ സമ്മർദ്ദം തനിക്ക് UDF നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തന്നോട് ഈ രീതിയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതും സംസ്ഥാന നേതൃത്വമാണ് എന്ന് തന്നെയാണ്. കാരണം പ്രാദേശിക നേതൃത്വവും മുസ്ലിം ലീഗും തമ്മിൽ വലിയ രീതിയിൽ തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ അത് ഒക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പുമായി ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആ ഒരു തീരുമാനത്തിന് ഒടുവിൽ ഈ പ്രാദേശിക നേതൃത്വത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ KM അഷ്റഫ് അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ ഒരു പക്ഷേ LDFനെ തുണയ്ക്കുന്ന അല്ലെങ്കിൽ LDFനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കും. എന്നാൽ അത് LDFന് മുൻപിൽ വലിയൊരു രാഷ്ട്രീയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അതേസമയം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ അധികം ഉൾപ്പെടെ പ്രതികരണം അക്കാര്യത്തിൽ വരേണ്ടി വന്നു. ഞങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായല്ലേ SDP സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചത് എന്ന് പറയേണ്ടി വന്നു. സ്വാഭാവികമായും അത് ലീഗിന് വേണ്ടിയാണോ എന്ന സംശയവും അത്തരം ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ്. പക്ഷേ അവിടെ അതല്ലേ സാഹചര്യം? LDFന് അനുകൂലമായും ആ വോട്ടുകൾ പോകാനുള്ള സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് SDP തന്നെ രണ്ടഭിപ്രായം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ. രതീഷ്, ഇന്നലെ SDP സംസ്ഥാന പ്രസിഡന്റായ CP ലത്തീഫ് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ തങ്ങൾക്ക് നിരന്തരമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് തുറന്നു സമ്മതിച്ചതാണ്. അതോടൊപ്പം തന്നെ BJP അടക്കം പറഞ്ഞത് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് SDP സംസ്ഥാന നേതൃത്വത്തിന് ഈ ഒരു നയം സ്വീകരിക്കേണ്ടി വന്നത് എന്നും പറയുന്നുണ്ട്. കാരണം SDP കൂടി ഈ രീതിയിൽ മത്സരരംഗത്തേക്ക് എത്തുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾക്കിടയിൽ ഒരു വോട്ട് കട്ടിംഗ് എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോകും. അത് പക്ഷേ BJPക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് SDP സംസ്ഥാന നേതൃത്വത്തിന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും മഞ്ചേശ്വരത്ത് നടക്കുന്നത് UDFും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം UDFും SDPയും തമ്മിലുള്ള ഒരു ഡീലാണ് എന്ന് വീണ്ടും കൺവെൻഷനുകളിലും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോട് സംസാരിക്കുന്ന സമയത്തടക്കം K സുരേന്ദ്രൻ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥിയായ KM അഷ്റഫിനോട് വലിയ വിദ്വേഷമാണ് SDP പ്രവർത്തകർ അടക്കം വെച്ച് പുലർത്തുന്നത്. കാരണം പൊതുവേദികൾ വെച്ച് പോലും SDP പ്രവർത്തകരെ ചെരുപ്പ് കൊണ്ടടിക്കണമെന്നടക്കമുള്ള അധിക്ഷേപകരമായിട്ടുള്ള അമർശങ്ങളടക്കം പലതവണ നടത്തിയിട്ടുള്ള ആളാണ് നിലവിലെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള KM അഷ്റഫ്. അപ്പോൾ ഏതു തരത്തിലാണ് അദ്ദേഹവുമായി ചേർന്ന് പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് ഈ SDP പ്രാദേശിക ഘടകത്തിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നത്. രതീഷ്, ശരി. അപ്പോൾ മഞ്ചേശ്വരത്തെ ഉൾപ്പിരിവ് എന്താണ്, അടിയൊഴുക്ക് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ആരൊക്കെ തമ്മിൽ ഡീൽ, ആരൊക്കെ തമ്മിൽ സഹകരണം എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. SDP സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്ന നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം. പക്ഷേ SDP സ്ഥാനാർത്ഥി അക്കാര്യത്തിലെ എതിർപ്പ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പ്രാദേശിക ഘടകം ലീഗുമായും പ്രശ്നത്തിലാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്.